പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന നിരവധി ചിത്രങ്ങൾ OTT-യിലെത്തുകയാണ്. ഈ മാസം OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ച 10 ചിത്രങ്ങളും പ്ലാറ്റ്ഫോമുകളും അറിയാം. ടൊവിനോ തോമസ്, ഭാവന എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത ചിത്രമാണ് നടികർ. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കലിന്റെ കഥയാണ് നടികർ പറഞ്ഞത്. സൈന പ്ലേയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. കോഴിപ്പോര് എന്ന ചിത്രത്തിനു ശേഷം ജെപിക് മൂവീസിന്റെ ബാനറിൽ VG ജയകുമാർ നിർമ്മിച്ച് ജിനോയ് ജനാർദ്ദന തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഏതു നേരത്താണാവോ. മനോരമ മാക്സിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചു. സൂര്യയും ഐശ്വര്യലക്ഷ്മിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ തമിഴ് ചിത്രമാണ് മാമൻ. ബ്രൂസ് ലീ, വിലങ് എന്നിവയുടെ സംവിധായകനായ പ്രശാന്ത് പാണ്ഡിരാജാണ് ചിത്രത്തിന്റെ സംവിധായകൻ. മെയ് 16-നായിരുന്നു ചിത്രം തിയേറ്ററുകളിലെത്തിയത്. C5-ൽ ചിത്രം ലഭ്യമാണ്. ദിലീഷ് പോത്തനെ നായകനാക്കി ശ്രീകുമാർ പൊടിയൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലെത്തിയ മനസ്സ വാച. തൃശൂരിന്റെ പശ്ചാത്തലത്തിൽ ഒരു കള്ളന്റെ കഥ പറഞ്ഞ ചിത്രമാണ് മനസ്സ വാച. മുഴുനീള കോമഡി എന്റർടൈനറാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. മനോരമ മാക്സിൽ ഈ ചിത്രം ലഭ്യമാണ്. ശ്രീഗണേഷ് സംവിധാനം ചെയ്ത 3BHK OTT-യിലെത്തി. സിദ്ധാർത്ഥും ശരത് കുമാറും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഈ ചിത്രം സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നത്തെ പിന്തുടരുന്ന ഒരു മധ്യവർഗ കുടുംബത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട യാത്രയുടെ കഥയാണ് പറയുന്നത്. ആമസോൺ പ്രൈം വീഡിയോയിൽ 3BHK കാണാം. തരുൺ മൻസുഖാനി സംവിധാനം ചെയ്യുന്ന ഹൗസ്ഫുൾ ആണ് അടുത്ത സിനിമ. അക്ഷയ് കുമാർ, അഭിഷേക് ബച്ചൻ, റിതേഷ് ദേശ്മുഖ്, ജാക്വലിൻ ഫെർണാണ്ടസ്, രഞ്ജിത്ത് സൗന്ദര്യ ശർമ്മ, നിഖിതീൻ ധീർ, ആകാശ് ദീപ് സാബിർ എന്നിങ്ങനെ വൻ താരനിരയാണ് ചിത്രത്തിലുള്ളത്. ആമസോൺ പ്രൈം വീഡിയോയിൽ ചിത്രം കാണാം. ശ്രീറാം വേണു സംവിധാനം ചെയ്ത നിതിൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തെലുങ്ക് ആക്ഷൻ ഡ്രാമ തമ്മുഡു OTT-യിലെത്തി. ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസിന്റെ ബാനറിൽ രാജുവും ഗിരീഷും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ചിത്രം കാണാം. ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ് എന്നിവർ പ്രധാന കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സൂപ്പർ സിന്ദഗി OTT-യിലെത്തി. ജീവിതത്തിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ലാത്ത ഒരു ചെറുപ്പക്കാരനും അവന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങളുമാണ് ചിത്രം പറയുന്നത്. ചിത്രം മനോരമ മാക്സിൽ കാണാം. ചക്രവ്യൂഹത്തിന്റെ തമിഴ് പതിപ്പ് ആഹാ തമിഴിൽ കാണാം. വീട്ടമ്മയും ബിസിനസ്സുകാരിയുമായ സിരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് ആരെന്ന് അന്വേഷിക്കുന്ന CI സത്യനാരായണനിലൂടെയാണ് കഥ മുന്നേറുന്നത്. ടോണി മാത്യു രചനയും സംവിധാനവും നിർവഹിച്ച സുരഭില സുന്ദര സ്വപ്നം OTT-യിലെത്തി. പോൾ വി വർഗീസും രാജലക്ഷ്മി രാജനും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ചിത്രം ഒരു സാധാരണക്കാരൻ തന്റെ ഐഡന്റിറ്റി ഉറപ്പിക്കാൻ നടത്തുന്ന യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. സൺ നെക്സ്റ്റിൽ ചിത്രം കാണാം. ഇതുപോലുള്ള കൂടുതൽ മൂവി അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.